നമസ്കാരം. ഇന്ദ്രപ്രസ്ഥം ഒരു മഹാസംഭവത്തിന് സാക്ഷിയാവുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അഭൗമമായ വ്യക്തി, ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആ മഹത് വ്യക്തി വിനായക് ദാമോദർ സവർക്കർ. അദ്ദേഹത്തിന്റെ സ്മരണയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കാലഘട്ടത്തെ തന്നെ അനുസ്മരിപ്പിക്കും വിധം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ NGO, ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക്, പിന്നാക്കക്കാർക്ക്, അധസ്ഥിതർക്ക്, ദുരിതം അനുഭവിക്കുന്നവർക്ക് എന്നും ജനപിന്തുണയുടെ കൈത്താങ്ങായി നിൽക്കുന്ന HRDS ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു മഹാപുരസ്കാരദാന ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുന്നു. സവർക്കറുടെ വീര ഇതിഹാസ കഥകളെ കുറിച്ച് പലപ്പോഴും ചരിത്രം നമ്മളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ നമ്മൾ യഥാർത്ഥ ചരിത്രം നമ്മളെ ഭരണാധികാരികൾ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുകയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രമുഖനായ മുൻനിര പോരാളി, ആൻഡമാനിലെ ജയിലുകളിൽ നരകയാതന അനുഭവിച്ചുകൊണ്ട് നെഹ്റു കത്തെഴുതി പുറത്തു വന്നപ്പോൾ, മാപ്പെഴുതി പുറത്തു വന്നപ്പോൾ, എന്റെ ഹൃദയത്തിൽ നിറയെ എന്റെ രാജ്യമാണ്, എന്റെ രാഷ്ട്രമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ ജീവിതം, എന്റെ ജീവൻ എന്ന് പറഞ്ഞ വീര സവർക്കർ, അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം, ആ രണജീവിതത്തിന്റെ സ്മരണാർത്ഥം HRDS ഇന്ത്യ ഒരുക്കുന്നു 2025 വീര സവർക്കർ ഇംപാക്ട് അവാർഡ് 2025. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തീർച്ചയായിട്ടും HRDS കാലങ്ങളായി കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയിൽ ഒന്നടങ്കം പിന്നാക്കക്കാരുടെ ക്ഷേമത്തിനായി, ഗിരിജനങ്ങൾക്കായി, അവരുടെ ഉന്നമനത്തിനായി, പാവപ്പെട്ടവന് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന സംഘടന. ഒട്ടേറെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും സഹായ ഹസ്തങ്ങളുമായി ആ പാവപ്പെട്ടവരിലേക്ക്, സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സംഘടന. ഈ സംഘടനയും ആ സംഘടനയെ സ്നേഹിക്കുന്നവരും ഒപ്പം നിൽക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും മഹാവീര സവർക്കറെ ഓർക്കുകയാണ്. നാളെ ഡൽഹിയിലാണ് ഈ വർണ്ണാഭമായ ചരിത്ര വിസ്മയമാകാൻ പോകുന്ന ഈ ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർക്ക്, സമൂഹത്തെ ഒപ്പം നിർത്തിയവർക്ക്, ജനങ്ങളെ, നാടിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവർക്ക്, ലോകത്തിന്, ഇന്ത്യക്ക്, ലോക ജനതയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയവർക്ക് വീര സവർക്കർ ഇംപാക്ട് പുരസ്കാരങ്ങൾ നാളെ വിതരണം ചെയ്യും. രാജ്യത്തിന്റെ ഏറ്റവും കരുത്തനായ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഈ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായി പങ്കെടുക്കും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേറ്റുകൾ നിരനിരയായി ഈ പരിപാടിയിൽ പങ്കെടുക്കും. മഹാന്മാരായ ആളുകളെ ഓർത്തുകൊണ്ട്, മഹാന്മാരാകാൻ പോകുന്ന ആളുകൾക്ക് വീര സവർക്കർ ഇംപാക്ട് പുരസ്കാരം നാളെ ഡൽഹിയിൽ വിതരണം ചെയ്യുന്നു. രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജിക്കൊപ്പം ജമ്മു ആൻഡ് കശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ശ്രീ മനോജ് സിൻഹാജി അടക്കമുള്ള പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ HRDS ഇന്ത്യ പ്രസിഡന്റ് HRDS ഇന്ത്യയുടെ അധ്യക്ഷൻ സ്വാമി ആത്മനമ്പി, അതുപോലെ തന്നെ രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥിതിയെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി അർജുൻ രാം മേഘ്വാൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം എന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമതി സാവിത്രി താക്കൂർ തുടങ്ങിയ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ വൈകിട്ട് 3 മണിക്ക് ഡൽഹിയിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഡൽഹി NDMC കൺവെൻഷൻ സെന്റർ, 15 സൻസദ് മാർഗ് നിയർ ജന്തർ മന്ദർ, ന്യൂഡൽഹി. അവിടെയാണ് HRDS ഇന്ത്യയുടെ ഈ ഗംഭീര അവാർഡ് ദാന പുരസ്കാരം നാളെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ HRD ഇന്ത്യയുടെ സെക്രട്ടറി കൂടിയായ ശ്രീ അജയ് കൃഷ്ണൻ, അതുപോലെ തന്നെ HRD അഡ്മിനിസ്ട്രേറ്റർ ശ്രീമതി സരിത മേനോൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരെയും സ്നേഹത്തോടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നന്മ നിറഞ്ഞവരാൽ അംഗീകരിക്കപ്പെടുന്നു ഒരു മഹാനായ ഒരു വ്യക്തിത്വത്തിന്റെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളി, സമാനതകളില്ലാത്ത ചരിത്ര പുരുഷൻ വീർ സവർക്കർ, വിനായക് ദാമോദർ സവർക്കർ. ആ വ്യക്തിയുടെ, ആ മനുഷ്യന്റെ, ആ ഇതിഹാസ പുരുഷന്റെ, കർമ്മധീരനായ ആ മനുഷ്യന്റെ ഓർമ്മയാൽ നാളെ ഇന്ത്യ മുഴുവൻ
അലയൊലികൾ നമുക്ക് കേൾക്കാം. എല്ലാവരെയും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. ഇനി ഈ പുരസ്കാരം ആർക്കൊക്കെ ലഭിക്കുന്നു, പുരസ്കൃതരാകുന്നത് ആരൊക്കെ എന്ന കാര്യം കൂടി നമുക്കറിയേണ്ടേ? തീർച്ചയായിട്ടും അറിയണം. വിവിധ മേഖലകളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച, അതുപോലെ തന്നെ സ്വന്തം സമൂഹത്തിന് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ചവർ, പല പല മേഖലകളിൽ സ്വന്തം കഴിവ് തെളിയിച്ചവർ, രാജ്യത്തിനു വേണ്ടി ലോകത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് വീർ സവർക്കർ അവാർഡിന് അർഹരാകുന്നത്. വീർ സവർക്കർ ഇംപാക്ട് അവാർഡ് 2025 ആർക്കൊക്കെ ലഭിക്കുന്നു? ഇതിൽ പലരും നമുക്ക് സുപരിചിതരാണ്. ശ്രീ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ നേതാവാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വം കൂടിയാണ് മലയാളിയായ നമ്മുടെ സ്വന്തം വി മുരളീധരൻ എന്ന മുരളിയേട്ടൻ. അദ്ദേഹം കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയായിരുന്നു. സാമൂഹ്യ സേവന രംഗത്ത്, പൊതുരംഗത്തൊക്കെ തന്നെ വളരെയധികം പ്രവർത്തികൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിലും ഇന്ത്യയിലും വളർത്തുന്നതിലടക്കം വലിയ സുപ്രധാനമായ പങ്കുവഹിച്ചയാളാണ് വി മുരളീധരൻ. അദ്ദേഹം തീർച്ചയായിട്ടും ഈ പുരസ്കാരത്തിന് അർഹൻ തന്നെയാണ്. പതിറ്റാണ്ടുകൾ നീളുന്ന പൊതുജീവിതത്തിന് ഉടമ, കർമ്മധീരനായ യോദ്ധാവ്, പോരാളി, എന്നും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ പൊതുപ്രവർത്തകൻ. പുഞ്ചിരിയോടെ അല്ലാതെ വി മുരളീധരനെ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. അദ്ദേഹത്തിന് ഈ വീർ സവർക്കർ ഇംപാക്ട് പുരസ്കാരം നൽകുന്നു. അടുത്തത് ബാംസുരി സ്വരാജ് MP, യുവ അഭിഭാഷകയാണ്. ഡൽഹിയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുന്നണി പോരാളി തന്നെയാണ് ഈ ചെറുപ്രായത്തിലും ബാംസുരി സ്വരാജ് MP. നിയമവഴികളിലൂടെ സഞ്ചരിച്ച് ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ ഏറ്റവും പ്രമുഖമായ പങ്ക് വഹിക്കുന്ന ബാംസുരിക്ക് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. ഓർമ്മ വച്ച നാൾ മുതൽ നന്മയും സ്നേഹവും കരുതലും കണ്ടുവളർന്ന ഒരു വ്യക്തി കൂടിയാണ് ബാംസുരി. കാരണം ബാംസുരി സ്വരാജ് നമ്മെ വിട്ടുപിരിഞ്ഞ, വിഷ്ണുവാദത്തിങ്കൽ ലയിച്ച ശ്രീമതി സുഷമ സ്വരാജിന്റെ, മുൻ കേന്ദ്രമന്ത്രി, അതിസമർത്ഥയായ അതിശക്തയായ പൊതുപ്രവർത്തക, രാജ്യം ലോകമെന്നും സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സുഷമ സ്വരാജ് ജിയുടെ മകൾ കൂടിയാണ് ബാംസുരി സ്വരാജ്. ബാംസുരിക്ക് തീർച്ചയായിട്ടും ഈ പുരസ്കാരത്തിന് ആ കുട്ടി അർഹയാണ്. ഇനിയും കർമ്മധീരമായ വഴികളിലൂടെ, നിയമവഴികളിലൂടെ, രാഷ്ട്രീയ പൊതുപ്രവർത്തന വഴികളിലൂടെ സഞ്ചരിക്കാൻ തീർച്ചയായിട്ടും ബാംസുരിക്ക് ഈ പുരസ്കാരം ഊർജം പകരും. അടുത്തത് പ്രിയപ്പെട്ട ശശി തരൂർ MP. അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ല. കൈവച്ച മേഖലകളിലെല്ലാം വിജയം കൈവരിച്ച ലോക പൗരൻ, വിശ്വ പൗരൻ. രാജ്യത്തിന് വേണ്ടി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, സ്വന്തം രാജ്യത്തിന് വേണ്ടി രാജ്യത്തിനൊപ്പം നിൽക്കുന്ന, രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, രാജ്യത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മനുഷ്യൻ. അറിവിന്റെ മകുടം. അറിയാൻ വയ്യാത്ത വിഷയങ്ങളില്ല, സംസാരിക്കാത്ത വിഷയങ്ങളില്ല, പരിചിതമില്ലാത്ത ലോകമില്ല. തീർച്ചയായിട്ടും അദ്ദേഹവും വീര സവർക്കർ പുരസ്കാരത്തിന് അർഹനാവുകയാണ്. ഭരത് ഭൂഷൺ അറോറ, അഖില ഭാരതീയ സമ്പർക്ക് പ്രമുഖ്, രാഷ്ട്രീയ സ്വയം സേവക സംഘം. 100 വർഷം പിന്നിടുന്ന സംഘപ്രസ്ഥാനങ്ങൾ. എത്രയോ പേരുടെ, എത്രയോ സ്വയം സേവകരുടെ ചോരയും വിയർപ്പും കൊണ്ട് പടുത്തുയർത്തിയതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനം. പൊതുപ്രവർത്തന മേഖലയിലും സാമൂഹ്യ പ്രവർത്തന മേഖലയിലും രാഷ്ട്രധർമ്മത്തിലുമൂന്നി നൂറുകണക്കിന് സ്വയം സേവകരുടെ ആത്മാവ് രാജ്യത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ശ്രീ ഭരത് ഭൂഷൺ അറോറ ജി. അദ്ദേഹം സംഘത്തിന്റെ അഖില ഭാരതീയ സഹസമ്പർക്ക് പ്രമുഖ കൂടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹവും ഈ പുരസ്കാരത്തിന് അർഹൻ തന്നെയാണ്. യാതൊരു തർക്കവും അതിനകത്തില്ല. ഇനി അടുത്തത് നമ്മൾ നമ്മുടെ സൗഹൃദ രാജ്യമായ UAE പോകുന്നു. അവിടുത്തെ ഒരു പ്രമുഖനും ഈ വീര സവർക്കർ പുരസ്കാരം കൊടുക്കുകയാണ്. ഡോക്ടർ ബു അബ്ദുള്ള. അദ്ദേഹം ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. മാത്രമല്ല അദ്ദേഹം സ്വന്തം കർമ്മമേഖലയിലൊക്കെ തന്നെ കാലങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ലോകത്തിന് സ്വന്തം സന്ദേശങ്ങൾ, സ്വന്തം സിദ്ധാന്തങ്ങളൊക്കെ തന്നെ പകർന്നു കൊടുത്ത ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ ഡോക്ടർ ബു അബ്ദുള്ള നേടിയിട്ടുണ്ട്. അദ്ദേഹവും പുരസ്കൃതനാവുകയാണ്. വീണ്ടും ഇതാ നമ്മുടെ നാട്ടിലേക്ക് ആചാര്യ KR മനോജ്, ഹർഷവിദ്യാ സമാജത്തിന്റെ അധ്യക്ഷനാണ് ആചാര്യന് കാലങ്ങളായി സാമൂഹ്യ സേവനം, അതുപോലെ തന്നെ കുട്ടികൾക്കിടയിലുള്ള ആ ഒരു ബോധവൽക്കരണം, വിദ്യാഭ്യാസം, അതുപോലെ പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ തന്നെ അവർക്ക് രാഷ്ട്രധർമ്മത്തിന്റെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന
സ്നേഹം പകർന്നു കൊടുക്കുന്ന, സ്വന്തം രാജ്യം എന്താണ് അല്ലെങ്കിൽ സ്വന്തം സംസ്കാരം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ് ആചാര്യ മനോജ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം നടത്തുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനും നൽകുകയാണ് ഈ പുരസ്കാരം, വീര സവർക്കർ ഇമ്പാക്ട് അവാർഡ്. അടുത്തതായി ഡോക്ടർ ഡയാന സ്യൂട്ടർ, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകയാണ്. കഴിഞ്ഞ ദശാബ്ദങ്ങളായി സ്വന്തം രാജ്യത്തും ഇന്ത്യയിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലും അടക്കം സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഡോക്ടർ ഡയാന സ്യൂട്ടർ. ഡോക്ടർ ഡയാനയ്ക്ക് തീർച്ചയായിട്ടും ഈ പുരസ്കാരത്തിന് അവരും അർഹയാണ്. അതുപോലെ കൃത്യമായി സ്വന്തം പ്രവൃത്തി കൊണ്ട് സമൂഹത്തിന്, സമാജത്തിന്, രാജ്യത്തിന് എല്ലാം സമർപ്പിച്ചവരെ, അതിനുവേണ്ടി ജീവിക്കുന്നവരെയാണ് ഈ പുരസ്കാരത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വീര സവർക്കർ പുരസ്കാരം, വീര സവർക്കർ ഇമ്പാക്ട് അവാർഡ് 2025 ഡൽഹി NDMC മൈതാനത്ത് ആഘോഷപൂർവ്വം ഈ പുരസ്കാരദാന ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്. എല്ലാ ആൾക്കാരെയും, ഡൽഹിയിലുള്ളവരെയും അല്ലാത്തവരെയും ഒക്കെ തന്നെ ഈ ഗംഭീര പരിപാടിയിലേക്ക്, ഈ മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയ HRDS എന്ന HRDS ഇന്ത്യ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം, അതാണ് HRDS ഇന്ത്യ. അവർ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എല്ലാവരും അവരോടൊപ്പം നിൽക്കുക, അവരെ പിന്തുണയ്ക്കുക. പാവപ്പെട്ടവർക്കും പിന്നാക്കക്കാർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും ഒപ്പം നിൽക്കുക. HRDSന് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. ഇത്രയും മഹത്തായ ഒരു പുരസ്കാര ചടങ്ങ് വീര സവർക്കറുടെ പേരിൽ സംഘടിപ്പിച്ചതിന് ഇനിയും പുരസ്കാര ചടങ്ങുകളും അതുപോലെയുള്ള ഗംഭീര പരിപാടികളും കൊണ്ട് HRDS ശക്തമായ ചുവടുവയ്പ്പുകളോടെ മുമ്പോട്ട് പോകുമാറാകട്ടെ എന്ന ആശംസയും നേർന്നു.